ഇതാണ് സണ്ണി ലിയോൺ. ഗസ്തി സെലിബ്രിറ്റി ചാലഞ്ച്. അപ്പോ ഇത് സച്ചിൻ. ശ്രദ്ധ കപൂറിന് എന്തൊരു കട്ടില്ല രാമൂട്ടാ. പ്രിയങ്ക ചോപ്ര. അത് പ്രിയങ്ക ചോപ്ര അല്ല. ചേച്ചി എനിക്ക് കിട്ടിയേ ഋത്തിക് റോഷൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. യെസ്, അപ്പൊ നമ്മള് കുറെ നാളായാലും രാമൂട്ട് ഇങ്ങനെ ഇവനെ കുറെ നാളെ ആരും ഇവനുണ്ടായിരുന്ന ക്ലാസ് അല്ലേ. അത് പിന്നെ കുട്ടികൾ പറയുമ്പോ നമ്മൾ എന്തായാലും ട്യൂട്ടോറിയൽ വീഡിയോസ് ഇറക്കണം. അത് മാത്രം പറയൂ. അതിലേക്ക് അത് പറയുന്നുണ്ട്. രാമൂട്ടിനായിട്ട് ഡാൻസ് കളിക്കാൻ പറയുന്നുണ്ട്. ചെയ്യണോ? ഒന്നിന്റെ ക്ഷീണം എനിക്ക് നേരെ തീർന്നിട്ടില്ല. അപ്പോഴാണ് അപ്പൊ രാമൂട്ടിനെ നിങ്ങൾ കുറെ നാളായിട്ട് കാണാത്തതിന്റെ ഒരു വിഷമം നിങ്ങൾക്ക് ഇല്ലെങ്കിലും എനിക്കൊരു വിഷമം. എനിക്കൊരു വിഷമമില്ല, ഞാനത് സൈഡിലൂടെ പൊക്കോളായിരുന്നു. എന്നാലും നമ്മളിന്നൊരു പുതിയ ചലഞ്ചായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ കുറെ നാളെ നമ്മളൊരു ചലഞ്ച് വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു 3 to 4 months ആയി. അപ്പൊ നമ്മുടെ പിള്ളേര് പറഞ്ഞു ഒരു പുതിയൊരു ചലഞ്ച് വന്നിട്ടുണ്ടെന്ന്. പണിയും കൊണ്ട് വന്നിട്ടുണ്ട്. The challenge is guess the celebrity challenge. അതായത് ഏതെങ്കിലും ഒരു ഫേമസ് പേഴ്സന്റെ ചൈൽഡ്ഹുഡ് ഫോട്ടോ കാണിച്ചു തരാം, നമ്മളത് ഗസ് ചെയ്യണം. അതാണ് ഏറ്റവും വലിയ സീൻ. നമുക്ക് അതെ രാഷ്ട്രീയം, സ്പോർട്സ് അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ഗൈസ് ഇവന്മാര് പറഞ്ഞാണ്. അതായത് ബസറ് കിട്ടിയില്ല. ഞങ്ങൾ സൗണ്ട് ഇട്ടോളാം. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. സാർ അവരുടെ സമാധാനത്തിന് നമുക്ക് ഇതൊരു ബസറായിട്ട് നമുക്ക് അല്ലെ ഇമാജിൻ ചെയ്യാം. ഓക്കെ, സോ ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ഫോട്ടോ കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, എനിക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇന്ദ്രജിത്ത്. ഇന്ദ്രജിത്തോ? കണ്ണിന് മുമ്പേ കണ്ടുപോരുത്. അല്ല, ലൈക്ക് ഫേസ് കിട്ടി. ഇനി ഞാൻ പറയാം. ടൈം അപ്പ്. ആരായിരുന്നടാ? പല ഹിന്ദിക്കാർ അറിയുന്ന ഒരു കമന്റ് നോക്കട്ടെ ആരാന്ന്. വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ശരിയാട്ടോ, വീർക്കോന്റെ പോലെ ഉണ്ട് പോലെയല്ല, അത് തന്നെയാണെന്ന്. ഓക്കെ, നെക്സ്റ്റ് ഫോട്ടോ. എടാ നിങ്ങളിങ്ങനെ അന്താരാഷ്ട്രം പിടിക്കല്ലേ. ഓക്കെ, നെക്സ്റ്റ് ഫോട്ടോ ഗൈസ്. ഓക്കെ, നെക്സ്റ്റ്. ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലേ? നിനക്കറിയില്ലായിരുന്നു? പിന്നെ നീ എന്താ അടിക്കാത്ത? തേങ്ങ പിന്നെ വേറെ എന്തെങ്കിലും ഇടാലോ. റൊണാൾഡോ. യെസ്, 1 point guys. Okay, next. എനിക്ക് നീ പറ ഒരാള്. ഇങ്ങനെ നോക്കിക്കാറില്ല, പറ ആരെങ്കിലും. സണ്ണി ലിയോൺ. അല്ല, ഞാൻ പറഞ്ഞാണ് ആരെങ്കിലും. ഇവന്മാരായതുകൊണ്ട് അതെന്താ അങ്ങനെ പറഞ്ഞത്? നീ പറ, നീ എന്തെങ്കിലും പറ. കാവ്യമാധവൻ. ഒന്ന് പോവാടാ. പിന്നെ കാവ്യമാധവനെ പണ്ട് മുതലേ നമുക്ക് അറിയാലോ. എങ്ങനെയല്ല ഇത് ആരാന്ന് പറ. ഓ സമന്ത. ഇതൊന്നും സോ ക്യൂട്ട് അല്ലേ. ഓക്കെ, നെക്സ്റ്റ്. ഇതായിരുന്നു അത്. ഇതാണ് സണ്ണി ലിയോൺ. സണ്ണി അമ്പട കേമാ സണ്ണി കുട്ട, നിന്നെ ഞാൻ മറക്കേ. ഫോട്ടോ കാണിക്ക. വേണം, തല മാത്രമേ ഉള്ളൂ. വേണം കണ്ടാ. കറക്റ്റ് 2-0. ഓക്കെ, 2-0. പൃഥ്വിരാജ്. പിന്നെ പൃഥ്വിരാജ്.
അല്ല കണ്ണ് കണ്ടാല് ബസർ അടിക്കണം. അവന്മാര് വെറുതെ വെച്ചോണ്ട സാധനമാണെങ്കിൽ അടിക്കാൻ വെച്ചേക്കണത്. എനിക്ക് കിട്ടിയേ ആരാ? ഹൃത്തിക് റോഷൻ. നീയാ? ഹൃതിക് റോഷൻ. എവിടെ? ആരാ ശരിക്കും ആരാ? എനിക്ക് ഇവരെല്ലാം അറിയാ. എനിക്കറിയില്ലായിരിക്കും. മുഖം കണ്ടിട്ട് ഹൃത്തിക് റോഷൻ തന്നെ. ഫ്ലാഷ് ബാക്ക്. മുഖം കണ്ടിട്ട് ഹൃത്തിക് റോഷൻ തന്നെ. ഞാൻ നെക്സ്റ്റ്. ആരാ സത്യമോ? ആരിത് പഴയ ഫോട്ടോ? പഴയ ഫോട്ടോ ആണ്. അപ്പൊ ഇത് എടാ ഞാൻ എപ്പെങ്കിലും ഒരിക്കലടാ വരുന്ന വീഡിയോയില് ഞാനൊന്ന് ജയിക്കുന്ന ആരെങ്കിലും താടാതെങ്കിലും. സച്ചിൻ. സച്ചിൻ ടെണ്ടുൽക്കർ. ചിലപ്പോ പുള്ളിക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിലാ. തുറന്നു പാടാവാനെ. സച്ചിൻ ടെണ്ടുൽക്കറിനൊക്കെ പത്രം പിടിച്ചിട്ടുണ്ട്. ഞാൻ ബാറ്റ് അറിയും പിന്നെ ഉണ്ടായിരുന്നെ. ഓക്കെ നെക്സ്റ്റ്. ഒന്ന് പോ. അറിയില്ല നിനക്കറിയില്ലേ? ഇറ്റ്സ് വെരി ഫേമസ് ഫോട്ടോ. എനിക്കിത് ഇപ്പൊ അപ്പുറത്ത് വീട്ടിലത്തെ കുഞ്ഞിനെ പോലെയല്ല തോന്നുന്നേ. എനിക്കൊരു തേങ്ങയും മനസ്സിലായിട്ടില്ല. എന്നാലും ഒന്ന് ഗസ് ചെയ്യ്. കാവ്യമാധവൻ. അവനുണ്ടാവുന്നൊരു കാവ്യമാധവനുണ്ട്. ഞാൻ ജനിച്ചെന്ന് കേട്ട ഒരു പേര് ലാലേട്ടനാണിത്. ലാലേട്ടൻ. നെക്സ്റ്റ് ഗൈസ്. ലാലേട്ടൻ അറിയാതെ നീ ഭയങ്കര മോശമായിപ്പോട്ടാ. ദുൽഖർ സൽമാൻ. പക്ഷെ ഞാനാണ് ബസർ അടിച്ചത്. നീ ദുൽഖർ സൽമാൻ കൊണ്ട് കാര്യമൊന്നുമില്ല. ദുൽഖറ. ഇത് ദുൽഖറാണ്. കണ്ടറിയാം മോഹം ഒരു മാറ്റമില്ലല്ലേ? ഷുപ്പാണ്ടി പോലെ ഉണ്ട്. കണ്ടറിയാം മോഹം ഒരു മാറ്റമില്ലല്ലേ? ഷുപ്പാണ്ടി പോലെ ഉണ്ട്. അങ്ങനെ കൊഞ്ചിട്ട് വിളിക്കുമ്പോ ഷുപ്പാണ്ടി മോറൻ. വേണമെങ്കിൽ ഒരു പോയിന്റ് നീ എടുത്തോ. 3-1. ഓക്കെ 3-1. ഇതുപോലത്തെ ആൾക്കാർ മതിട്ടാടാ. ഓക്കെ എടാ ആൾക്കാർക്ക് മനസ്സിലാവും. രൺബീർ കപൂർ. അതാ മോഹം എപ്പോഴും അങ്ങനെ തന്നെയല്ലേ? ഭയങ്കര ഈസിയാടാ. 4-0. 4-1. ഓക്കെ 1-1. ഓക്കെ നെക്സ്റ്റ് ഗൈസ്. നെക്സ്റ്റ്. ഇത് അവളെ ചാരിയ പറ്റില്ല. അവളെ കൂടെ അഭിനയിക്കുന്ന ഒരുത്തനുണ്ടല്ലോ ഈ സാധനം. ഇവരൊക്കെ ഒരു ഗ്യാങ് ഇല്ലേ? ഇവരെ ബെൽറ്റ് എന്താ പേര്? എടാ ഇത് ഇതുപോലെ തന്നെ ഉണ്ട്. സിനിമ പറഞ്ഞാലും മതി. ഓക്കെ ഈ സിനിമ പറഞ്ഞാലും വില്ലത്തെ നായിക. വില്ലല്ലേ നായിക പാട്ടുള്ള ശ്രദ്ധ കപൂർ. തന്നെ ഓളല്ലേ? ശ്രദ്ധ കപൂർ തന്നെയാണ്. ശ്രദ്ധ കപൂർ എന്റെ ഒരു കട്ടില്ല രാമട്ടാ. പറഞ്ഞോട്ടെ. പ്രിയങ്ക ചോപ്ര. അത് പ്രിയങ്ക ചോപ്ര അല്ല. ചേച്ചി ഇത് കെ ബ്യൂട്ടിയുടെ ഓണർ കത്രീന കൈഫ് ആണ് ഗൈസ്. യെസ് കത്രീന കൈഫ്. 5-2. ഓക്കെ നെക്സ്റ്റ്. ഇതാരുടെ കറക്റ്റ് ആണോന്ന് അറിയില്ല. പക്ഷെ ഫേസ് കണ്ടിട്ട് അനുപമ പരമേശ്വരൻ. നീ പറഞ്ഞപ്പോ അതുപോലെ. അപ്പൊ 6-2. ഇത് വൃന്ദ ചേച്ചി തൂക്കിന്ന് കമന്റ് ഇടണേ. ഓക്കെ നെക്സ്റ്റ് ഗൈസ്. മൈക്കിൾ ജാക്സൺ. അതെങ്കിലും. അപ്പൊ നിനക്ക് എത്രയാ? എനിക്ക് 4. ഫൈനലി ഈ ഗെയിമില് ഞാൻ വിജയിച്ചിരിക്കുകയാണ്. ഒരു ചലഞ്ച് കൊണ്ടുവന്ന് ഒരു കംബാക്ക് നടത്താൻ നോക്കി. അത് വളരെ വളരെ ശോചനീയമായി പരാജയപ്പെട്ടാകാനും വേണോള ഒരു മൈൻഡ് മനസ്സിലാവുന്ന ആരെങ്കിലും ഒരുപോലെ. പക്ഷെ ഈസി ആയിരുന്നു. ഏത്? ഇത് സണ്ണിലോട്ട് ചെറുതൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇങ്ങനത്തെ ചലഞ്ച് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ആൻഡ് എന്ത് ചലഞ്ചാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ. ഞാൻ പോയി പിള്ളേരെ കുറച്ച് ഫോട്ടോ പഠിക്കട്ടെ.